ഗൈസ് വെൽക്കം നമ്മൾ ചാനൽ. അപ്പോൾ വൈകിട്ട് എന്ത് കടിയും കുടിയാക്കുമെന്ന് പറഞ്ഞ് നോക്കി വന്നപ്പോൾ ദാണ്ടറോ ഒരു ഏത്തയ്ക്കൂട്ട എന്നെ നോക്കിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ അവനെയൊക്കെ ഇന്നത്തെ ഇരയെന്ന് ചോദിച്ച് കുറച്ച് മൈദാവും ഉപ്പും പഞ്ചസാരയും കളറിന് വേണ്ടി മഞ്ഞപ്പൊടിയും കുറച്ച് ഭംഗിക്ക് വേണ്ടി ജീരകവും ഇട്ടിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ച് നല്ലപോലെ കുളുകളാന്ന് കൂടെ ഇളകി കൊടുക്കുക. എല്ലാവരും പറയുന്നുണ്ട് മഞ്ഞപ്പൊടിയുടെ കൂടെ സോഡാപ്പൊടി ഇട്ടിരുന്നത്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. എന്തോ ഒരു കെമിസ്ട്രിയുടെ വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഇളക്കി കൂട്ടി തടി ഈ കൺസിസ്റ്റൻസിലാക്കുക. അപ്പോൾ നമുക്ക് കുടിക്കാൻ വേണ്ടിയുള്ള ചായ വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ കടി മാത്രം കടിച്ചുകൊണ്ട് അവിടെ ഇരിക്കേണ്ടി വരും. അപ്പോഴത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിൽ കൂന്ന് അടുപ്പിച്ചിട്ട് നല്ലപോലെ അങ്ങോട്ട് തിളക്കിയിട്ട് അവൻ അവിടെ ഇരുന്നു. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഏത്തയ്ക്കപ്പം പൊരിച്ചെടുത്താൽ ആവശ്യത്തിന് മുങ്ങാനുള്ള എണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അരിഞ്ഞ് വെച്ചേക്കുന്ന ഏത്തയ്ക്കൂട്ടം താണ്ടി ഈ മാവിലോട്ട് മുക്കി നല്ലപോലെ പുട്ടിയടിച്ച് നിരത്തി അങ്ങോട്ട് വെച്ചേ കൊടുക്കുക. നല്ലപോലെ നിരത്തി വെച്ച് കൊടുക്കണം. അപ്പോഴത്തേക്കും കുളുകുളാന്ന് ഇങ്ങനെ തിളയ്ക്കും. ആ തിളയ്ക്കുന്ന കാണുമ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്ത് നല്ലപോലെ ചുമന്ന കളറാക്കി നല്ല മൊരിച്ചങ്ങോട്ട് എടുക്കാം. അല്ലെങ്കിൽ എന്തെടുക്കും, ഞങ്ങളുടെ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല മൊരിഞ്ഞില്ലെങ്കിൽ. അപ്പം നല്ലപോലെ ചുമന്ന കളറാവണം ഇത് കേട്ടോ. അതാണ്ട് ഇങ്ങനെയാണേ നല്ലപോലെ ചുമന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാത്രത്തോട് തട്ടിയിട്ടാൽ അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ പ്രധാന സെക്ഷൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് ടേസ്റ്റ് ചെയ്യുമ്പോൾ കൊള്ളാം, അടിപൊളി. പടച്ചോനെ, എൻ്റെ അണ്ണാക്ക് വരെ പൊള്ളിപ്പോയി. ഓർക്കണം അണ്ണാക്കിലോട്ട് കുത്തി കയറ്റുമ്പോൾ ഇതൊക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ ബൈ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം. ടാറ്റാ.